Assalamu alaikum wa rahmatullahi wa barakatuh, everyone. Walaikum assalam wa rahmatullahi wa barakatuh. Okay, yes. So, നമ്മൾ ഇന്നലെ മഖാരിജുൽ ഹുറൂഫ് പഠിച്ചു കഴിഞ്ഞു. മഖാരിജുൽ ഹുറൂഫ് എത്ര എണ്ണാണുള്ളത്? How many മഖാരിജ് are there? 5. Which are the different types of makhraj? നീ പഠിച്ചിട്ടില്ലല്ലോ. Which are the different types of makhraj? ജൗഫ്, Jawf, ഖൈഷു. ജൗഫിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഹൽക്കിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹൽക്കില് താഴെ ലോവർ പാർട്ടില് ഡീപ്പസ്റ്റ് ത്രോട്ടിന്ന് ഡീപ്പസ്റ്റ് പാർട്ടിന്ന് ഹംസഹ, മിഡിൽ പാർട്ടിന്ന് ഐൻ ഹ, അപ്പർ പാർട്ടിന്ന് ഗൈൻ ഖ. ഗൈൻ ഖ. Yes. Then we learned the tongue. അല്ലേ? ടീച്ചറിനെ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ പിക്ചർ? യെസ്, നോ? ഓക്കെ. എന്താ ഇത് വേറെ PDF ആണ്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് അത് വൺ. അപ്പൊ നാവിനെ നമ്മൾ പറഞ്ഞു 4 ഡിപ്പാർട്ടായി ഡിവൈഡ്. അതേപോലെ സൈഡ് ആണ്. താഴെയുള്ളത് സൈഡ്സ് ആണ്. പിന്നെ അതേപോലെ പല്ലുകൾ നോക്ക്. പല്ലുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്തത്? ഇതാണ് കറക്റ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ളത് സെൻട്രൽ ഇൻസിസേഴ്സ്, പിന്നെ ലാറ്ററൽ ഇൻസിസേഴ്സ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് കെനൈൻസ്, ബ്ലൂ കളറിലുള്ളത്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ളതാണ് ഫസ്റ്റ് പ്രീമോളാർ, പിന്നെ സെക്കൻഡ് പ്രീമോളാറും മോളാർസും എല്ലാം ഒന്നിച്ചായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് നോ ഹൗ ടു ഐഡന്റിഫൈ ദ ലെറ്റേഴ്സ്. ഈ ഒരു പിക്ചർ നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, നോക്കിയേ ഇതെല്ലാവരും. ഡീപ്പസ്റ്റ് പാർട്ടിൽ വരുന്ന അക്ഷരങ്ങള് മിഡിൽ പാർട്ടിൽ മിഡിൽ പാർട്ടിൽ വരുന്നത് Jayesh. ജയേഷ്. പിന്നെ നമ്മൾ ടിപ്പ് നോക്കിക്കോ. ടിപ്പ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് ടിപ്പ്. നൂന്, പിന്നെ വെരി ഗുഡ്. ഈ ഒരു പിക്ചർ തന്നെ ബൈ ഹാർട്ട് പഠിച്ചാൽ തന്നെ യു ക്യാൻ റൈറ്റ് ദ ലെറ്റേഴ്സ്. പിന്നെ സൈഡിൽ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എല്ലാവർക്കും ക്ലിയറാ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സൽഹ, വാട്ട് അബൌട്ട് ഷസ? മനസ്സിലായിന ക്ലാസ്? ഷിഫാൻ, മൻഹ, നൂഹ? ആർക്കെങ്കിലും ഈ മഖാരിജുൽ ഹുറൂഫിൽ ഡൗട്ട് ഉണ്ടോ? എനിത്തിങ്? പിന്നെ നമ്മൾ പഠിച്ചു ലിസാന് കഴിഞ്ഞിട്ട് ഷഫത്താൻ ആണ്. ഷഫത്താനിൻ്റെത് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? are from the lips, അല്ലേ? are from the lips. അങ്ങനെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ആണ് ഹൈഷൂം, നേസൽ ക്യാവിറ്റി. ഇതാണ് ഹൈഷൂം, ലൈറ്റ് ബ്ലൂ സ്കൈ കളറിലുള്ളത്. ഇത് കണ്ട, ഇതാണ് ഹൈഷൂം. നമ്മള് ഹോൾസ് തുടങ്ങും. ദെൻ വാട്ട് ഹാപ്പൻ? ടീച്ചറിന്റെ മറൂൺ കളർ സ്കെച്ച് ആണ്. നമ്മൾ മീം എന്ന് പറയുമ്പോഴും നൂൻ എന്ന് പറയുമ്പോഴും ഇങ്ങനെ വന്ന് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ലെറ്ററിന്റെ മണിക്കുന്ന ക്വാളിറ്റി ഉള്ള ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ മണിക്കുന്ന ക്വാളിറ്റി ഉള്ള 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ലെറ്റേഴ്സ് ഓഫ് nasalization? ഓക്കെ, ഈ 2 ലെറ്റേഴ്സിനും പ്രത്യേകത എന്താണ്? ഓൾവേസ് ഇറ്റ് വിൽ ഹാവ് ഗുന്ന. വാട്ട് ഇസ് ഗുന്ന? എന്താ ഗുന്നന്റെ മീനിങ്? മണിക്കുക. യെസ്, അറബിയില് ഗുന്നാന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഗുന്നത്ത് എന്നാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഗുന്ന ഇങ്ങനെ വരും. അത് ഞാൻ ഇംഗ്ലീഷിൽ ഗുന്നാന്ന് എഴുതിയിട്ടുണ്ട്. മണിക്കുക, മീനിങ് ഇസ് മണിക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള റൂൾസ് നമ്മൾ പഠിക്കുമ്പോൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഗുന്ന ഗുന്നാന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അത് മണിക്കുന്നാന്ന്? ഗുന്ന എന്താന്ന് ചോദിക്കുമ്പോ അത് അറിയാണ്ടിരിക്കാൻ പാടില്ല. അൽഹംദുലില്ലാ നമ്മൾ എല്ലാ അക്ഷരങ്ങളും എവിടുന്ന പുറപ്പെടുന്ന മനസ്സിലായി. ടുഡേ ഇസ് എ ന്യൂ ലെസൺ, ഷദ്ദ വിത്ത് ഗുന്ന. സോ വാട്ട് ഇസ് ഗുന്ന? വാട്ട് ഇസ് ഗുന്ന? മണിക്കൽ. മലയാളത്തില് മണിക്കുക എന്ന് പറഞ്ഞതാണ് മൂക്കിൻ്റെ ഉള്ളിൽ വരുന്ന ശബ്ദം.
പശു എങ്ങനെ കഴിയാ? ആ ഇങ്ങനത്തെ സൗണ്ട് അല്ലേ? അതേപോലെയുള്ള ശബ്ദമാണ് ഗുന്ന. സോ ഷദ്ദ വിത്ത് ഗുന്ന. ഇഫ് there is a ഷദ്ദ on a മീം or നൂൻ, ഓക്കെ, എന്താ പറയുന്നത്? മീം ആൻഡ് നൂനിന്റെ മേലെ ഷദ്ദ ഉണ്ടെങ്കിൽ യു ഹാവ് ടു പ്രൊണൗൺസ് ദം വിത്ത് ഗുന്ന. അതായത് നമ്മൾ ഗുന്നയോട് കൂടി, മണിക്കലോട് കൂടി അതിനെ പ്രൊണൗൺസ് ചെയ്യണം. 2 seconds ആണ് ഗുന്ന. ഗുന്ന മീൻസ് ഇറ്റ് ഇസ് 2 seconds. ഇതാണ് നമ്മുടെ തജ്വീദ് കോഴ്സിന്റെ ഫസ്റ്റ് പഠിക്കുന്ന റൂള്. ബാക്കിയെല്ലാം നമ്മൾ തിയറി ആണ്, ലൈക്ക് ഇൻട്രൊഡക്ഷൻ ടു ദ ഖുറാൻ, ഇൻട്രൊഡക്ഷൻ ടു ദ തജ്വീദ്, പിന്നെ മഖാരിജുൽ ഹുറൂഫ്, ഔദു ബില്ലയും ബിസ്മില്ലയും, ഇതൊക്കെ നമ്മൾ തിയറി ആയിട്ടാണ് പഠിക്കുന്നത്. ഒറിജിനൽ ആയിട്ട് നമ്മൾ ഖുറാൻ ഓതാൻ വേണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന റൂൾ ഈസ് ഫ്രം ദിസ് ഷദ്ദ വിത്ത് ഗുന്ന. അപ്പൊ ടീച്ചർ ഇങ്ങനെ ഓരോരോ ലെസൺ 1 ലെസൺ 2 എന്നിട്ട് തരും. ഓക്കെ, ഞാൻ മിന്നാന്ന് കുറച്ച് നോട്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓക്കെ, ഇവിടെ നോക്ക്, ടീച്ചർ എന്താ പറഞ്ഞത്? ഷദ്ദുള്ള നൂൻ ഷദ്ദുള്ള മീം കണ്ടാൽ 2 സെക്കൻഡ് ഗുന്ന കൊടുക്കണം. ഇത്രയേ ഉള്ളൂ റൂള്. പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കണം. ലിസൺ ടു മീ പ്രോപ്പർലി. അന്ന, ഇന്ന. ജസ്റ്റ് ഇമാജിൻ അന്ന എന്ന് പറയുമ്പോ അന്ന, നമ്മൾ 2 പ്രാവശ്യം നൂനിനെ പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ. ഡോണ്ട് സേ അന്ന ഇന്ന വ ഇന്ന. സ്പീഡിലല്ല. അന്ന 2 ഫിംഗേഴ്സ്, അന്ന 1 2 ഇങ്ങനെ കൊടുക്കണം. നെക്സ്റ്റ് വേർഡ് എങ്ങനെ വായിക്കും? ഇന്ന വ ഇന്ന. നെക്സ്റ്റ് വേർഡ് നോക്കൂ. ഇന്ന, അതായത് ഇൻ എന്ന് പറഞ്ഞിട്ട് 2 seconds കൊടുക്കും. ന എന്ന് പറയുമ്പോ അലിഫ് മദ്ദാണ്. നോർമൽ അലിഫ് മദ് എത്ര സെക്കൻഡ് ആണ്? വാട്ട് ഈസ് അലിഫ് മദ്? 2 seconds. അപ്പൊ നിങ്ങൾ ശ്രദ്ധയുള്ള നൂന് കൊടുത്തതിന് ശേഷം അലിഫ് മദ്ദിന്റെ 2 seconds കൊടുക്കണം. ഡോണ്ട് സേ ഇന്ന ഇന്ന, അങ്ങനല്ല. അലിഫ് മദ് കണ്ടാൽ നോർമലി 2 seconds കൊടുത്തിരിക്കണം. യു ഹാവ് ടു ഗിവ് 2 seconds. ഓക്കെ, സോ ഇന്ന, മിന്ന. ഇനി മീമിന്റെ ലെറ്റേഴ്സ് നോക്കാലോ. സുമ്മ, അമ്മ. നമ്മൾ അങ്ങനെ മീമിനെ ജസ്റ്റ് 2 സെക്കൻഡ് വെക്കുന്നതാണ്. എന്ന് പറഞ്ഞ ശബ്ദം കൊടുക്കണം. ഗുന്ന. എന്തുകൊണ്ട് നമ്മൾ ഗുന്ന കൊടുക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് വിച്ച് ക്വാളിറ്റി? അല്ലെങ്കിൽ ഏത് മഖ്റജും കൂടി ഉണ്ട് നൂനും മീമിനും? എന്തുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നത്? വേറെ ലെറ്റേഴ്സിന് കൊടുത്തൂടെ? വൈ ഓൺലി മീം ആൻഡ് നൂൻ? ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം വെരി ഗുഡ്. ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം ഹൈഷൂം. ഹൈഷൂമിന്റെ കൂടെ വരുന്നതും കൂടി അക്ഷരാണ് ഇത്, നൂനും മീമും. വേറൊരു അക്ഷരത്തിനും നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇല്ലല്ലദീന ആമനു ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ഇല്ല ഇങ്ങനെ പറയോ? ഇല്ല. ഫോർ എക്സാമ്പിൾ തബ്ബത് യദാ, നമ്മൾ തബ്ബത് ഇങ്ങനെ പറയോ? ഇല്ല. നോർമൽ ശബ്ദ ഓൺലി ഫോർ അതർ ലെറ്റേഴ്സ് എക്സെപ്റ്റ് നൂന് മീം വരുമ്പോ എപ്പോഴും ഖുർആൻ ശ്രദ്ധിക്കണം. സുമ്മ അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ. കണ്ട? അനിൻ 2 സെക്കൻഡ്. അനിൻ നബഇൽ. നെക്സ്റ്റ് ഇന്നാ അഅതൈനാകൽ. കണ്ട? നമ്മൾ ചെറിയ ചെറിയ സൂറത്ത് തന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിക്കോളും. നെക്സ്റ്റ് ലമ്മ, ഫലമ്മ, മിമ്മ, ഇങ്ങനെയാണ്. ഓക്കെ, ടീച്ചർ ഓരോരുത്തരെ വിളിക്കാം. 4 ബോക്സ് ഇങ്ങനെ 1 2 3 4 ഈ ഒരു ഓർഡറിൽ വായിക്കും. ഓക്കെ, ടീച്ചർ ഓരോരുത്തരെ വിളിച്ച് നിങ്ങളെല്ലാവരുടെയും പാരായണം ടീച്ചറിന് കേൾക്കണം. നമ്മള് സൂറത്തുൽ ബഖറയാണ് വായിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ റൂൾസും തറോ ആയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഐ കോൾ ഷസ. ഷസ വായിക്ക്. 4 വരെ വായിച്ചോ. 1 2 3 4 4 എക്സാമ്പിൾസ്. ഓക്കെ, no not like that. Anna, summa, yes, inna, no, in. നോക്ക്, ഇ എന്നുള്ളത് ഇറ്റ്സ് ഓൺലി ഫോർ 1. ഇ, then നൂൻ, അഗെയിൻ നൂൻ. മനസ്സിലായ? അപ്പൊ ഇന്ന, amma. Yes, did you understand, Shaza? Yeah.
ഇങ്ങനെയാണ് നിങ്ങൾ ടൈമിംഗ്. ഓക്കെ, തിരക്ക് കൂട്ടണ്ട. ഖുറാനാന്ന്. റീഡ് പീസ്ഫുള്ളി, സമാധാനത്തില്. ഷെബിൻ എന്ന് പറഞ്ഞ പേരിൽ ആരായിരുന്നു? ഷെബിൻ. ഹൻഫയാ? ഷെബിൻ. നൈഫ. ഓക്കെ, നൈഫ ഓത്. 5, 6, 7, 8. One minute, ma'am. നിങ്ങൾ ഓതുന്നതിന് മുമ്പ് ഈ റൂൾ ഒന്ന് ടീച്ചറിന് പറയണേ. വെൻ യു സീ എ മീം ആൻഡ് നൂൻ വിത്ത് ശ്രദ്ധ ഗിവ് 2 seconds ഉന്ന. ഇങ്ങനെ പറഞ്ഞിട്ട് ഓദിക്കോ. ഓക്കെ, റീഡ് ചെയ്തു. സോ ദാറ്റ് നിങ്ങൾക്ക് അത് മനസ്സിലായി ടീച്ചറിന് മനസ്സിലാവും. ഓക്കെ, നൈഫ് വായിക്കും. No. It's not the correct pronunciation. ബാക്കിയുള്ളത് മൈക്കോ പഠിക്കും. ഓക്കെ, എങ്ങനെയാണ് നൈഫ അല്ലെ? നൈഫ എങ്ങനെയാ വായിക്കേണ്ടത്? 5th one. Try. കേൾക്കുന്നില്ലല്ലോ ഒന്നും. നൈഫ, ഐ തിങ്ക് സം നെറ്റ്വർക്ക് ഇഷ്യൂസ്. മോള് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യ്. ഓക്കെ, സ്വൽഹ വായിച്ച. സ്വൽഹ, ആദ്യം മോള് റൂള് പറ. മീമും നൂനിന്റെ മേലെ ശ്രദ്ധ കണ്ടാൽ നമ്മൾ 2 സെക്കൻഡ് മണിക്കണം. ഇതിങ്ങനെ പഠിക്കണം നിങ്ങൾ. എന്നിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സ്വൽഹ, ക്യാൻ യു സേ ദാറ്റ്? Okay. When we read meme and noon, we want മണിക്കണം 2 seconds. എങ്ങനെ? വെൻ വി റീഡ് മീം ആൻഡ് നൂൻ മാത്രല്ല, വെൻ വി റീഡ് മീം ആൻഡ് നൂൻ വിത്ത് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞ വേർഡ് നിർബന്ധമായിട്ട് ഉണ്ടാവണം കേട്ടാ. ഈ ശ്രദ്ധ ഉണ്ടാവണം മോളെ സ്വൽഹ. Okay. ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രം അത് പറയാൻ പറ്റൂ. മലയാളത്തിൽ എങ്ങനെ പറയും? വെൻ മീമും നൂനും ആ ശ്രദ്ധ കൊണ്ട് മണിക്കുമ്പോൾ 2 സെക്കൻഡ് മണിക്കണം. ശ്രദ്ധ കൊടുക്കുമ്പോൾ. ഓക്കെ, ശ്രദ്ധ കൊണ്ട് മണിക്കുമ്പോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇങ്ങനെ മതി. ഓക്കെ, നൗ യു റീഡ് ദ 5th, 6th, 7th, 8th. وإن ലമ്മ. അവിടെ അലിഫ് മദ് ഇല്ലേ? സോ ലമ്മ. ഇന്ന. ഗുഡ്. ഫലമ്മ. യെസ്, ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓതേണ്ടത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഐ വിൽ കോൾ ഷിഫാൻ. ഫസ്റ്റ് റൂൾ പറ. എന്താ ടീച്ചർ പറഞ്ഞത്? മനസ്സിലാക്കിയ റൂൾ മലയാളമോ ഇംഗ്ലീഷോ വാട്ട് എവർ യു ലൈക്ക് യു ക്യാൻ സേ. നമ്മള് മീമിന് നൂനിന് ശ്രദ്ധയായിട്ട് വന്ന മണിച്ചിട്ട് 2 seconds മണിച്ചിട്ട് ഉച്ചരിക്കണം. യെസ്, വെരി ഗുഡ്. 9, 10 പിന്നെ 1 and 2. മിന്ന. അലിഫ് മദ് കൊടുക്ക്. മിന്ന 2 seconds നീട്ടണം. once more. മിന്ന. മിമ്മ. ഗുഡ്. ഇന്ന. അല്ല, അന്ന. സ്പീഡ് കൂടി പോയില്ലേ? അന്ന. സുമ്മ. യെസ്, ഓക്കെ, ഗുഡ്, മാഷാഅല്ലാ. അടുത്തത് റംസാൻ. 3, 4, 5, 6. ഇന്ന അമ്മ വഇന്ന ലമ്മ. ലമ്മ. Give the alif mad 2 seconds. ലമ്മ. ഓക്കെ, നമ്മൾ പഠിച്ച റൂൾ എന്തായിരുന്നു? മലയാളത്തിൽ പറഞ്ഞോ. ശ്രദ്ധയുള്ള ഏത് ലെറ്ററിന്റെ മേലെ ശ്രദ്ധ കൊടുക്കണ്ടേ? മീമിൻ നൂനിൽ വന്നാൽ ഉച്ചരിക്കണം അല്ലെ? ഉന്ന എന്ന് പറയുമ്പോ എത്ര സെക്കൻഡ് ആണ്? 2. യെസ്, 2. വെരി ഗുഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് നൂഹ. സേ ദ റൂൾ. എപ്പോഴെങ്കിലും നൂനും മീമും ശ്രദ്ധയുടെ കൂടെ വന്നാൽ 2 സെക്കൻഡ് മണിക്കണം. വെരി ഗുഡ്. നൗ 7, 8, 9, 10. ഓക്കെ, ഇന്ന ഫലം.
അത് കറക്റ്റ് ആണ്. പക്ഷെ അലിഫ്മത്തിന്റെ സൗണ്ട് കൊടുത്തില്ല. ഇന്ന ഇന്ന ഫലമ്മ മിന്ന മിമ്മ. യെസ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് ഓതേണ്ടത്. മൻഹ, സേ ദ റൂൾ. അലിഫ് അല്ല മീമ് അല്ലെങ്കിൽ ന്യൂൻ വരുന്ന ഓരോ വന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ യെസ് മണിച്ചിട്ട് 2 സെക്കൻഡ് നീട്ടണം. ഗുന്ന കൊടുക്കണം അല്ലെ? മണിച്ചിട്ട് ഉച്ചരിക്കുന്ന പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഗുന്ന എന്നാണ്. ഓക്കെ, വെൻ യു സേ മണിക്കുക ഇറ്റ് ഇസ് മീൻസ് ഗുന്ന ഓൺലി. ഓക്കെ, 1 2 3 4 ഓദിക്കോ. അന്ന സുമ്മ ഇന്ന അമ്മ. വെരി ഗുഡ്, ബാറക്കല്ലാഹ്. ഹനാൻ ഫാത്തിമ, സേ ദ റൂൾ. ഹനാൻ. എപ്പോഴെങ്കിലും മീമിന്റെയും ന്യൂവിന്റെയും കൂടെ ശ്രദ്ധ വന്ന നമ്മള് 2 സെക്കൻഡ്സ് മണിക്കണം. ഇപ്പം തന്നെ എല്ലാരും പഠിച്ചില്ലേ? യെസ് ഓർ നോ? യെസ്. അങ്ങനെ ഇതേപോലെ ക്ലാസ് തന്നെ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നോട്ട്സിൽ എഴുതിയാല് എക്സാമിന് ഈസി ആയിരിക്കും. ഓക്കെ, 3 4 5 6 ഓദിക്കോ ഹനാൻ. ഓക്കെ. ഇന്ന അമ്മ വഇന്ന ലമ്മ. ഗുഡ്, വെരി ഗുഡ്, മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹ്. ഫാത്തിമ ഫിദ, സേ ദ റൂൾ. മീമിന്റെയും ന്യൂനിന്റെയും മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ അത് 2 സെക്കൻഡ്സ് മണിക്കണം. വെരി ഗുഡ്. നൗ 7 8 9 10. ഇന്ന അല്ല, അത് കറക്റ്റ് ആയിട്ടില്ലല്ലോ. നൂനിന് കറക്റ്റ് സെക്കൻഡ്സ് ഫലമ്മ മിന്ന മിമ്മ. മാഷാഅല്ലാഹ്. ടീച്ചർ ഓരോ കുട്ടികളും പെർഫെക്റ്റ് റെസിറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ടീച്ചർ നോക്കുന്നത് കേട്ടോ. സോ ദാറ്റ് ഇസ് വൈ ആർക്കും ബോറടിക്കാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ള കുട്ടികൾ ഒന്ന് കേൾക്കുമ്പോഴും നിങ്ങളും ഒന്നും വീണ്ടും വീണ്ടും പഠിക്കുന്നതാണ് കേട്ടോ. സോ തിങ്ക് ലൈക്ക് ദാറ്റ്. ഖുറാൻ അല്ലേ, ഓരോ കുട്ടിയും ഒന്ന് കേൾക്കുമ്പോഴും കൂടിയാണ്. ഓരോ കുട്ടികൾ ഒന്നത് കേൾക്കുമ്പോൾ പഠിക്കാൻ കൂടുതൽ ചാൻസ് ആണ്. ഓക്കെ, തിങ്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. ഓക്കെ ഡിയേഴ്സ്. അടുത്തത് ഇമാദ്, സേ ദ റൂൾ. നൂനിനും മീമിനും മണിക്കുമ്പോൾ 2 സെക്കൻഡ് നമ്മൾ കുറച്ചുകൂടെ ഒത്തിരി പറഞ്ഞാൽ ടീച്ചർ കേൾക്കുന്നില്ല. നൂനിനും മീമിനും മണിക്കുമ്പോൾ 2 സെക്കൻഡ് മണിക്കണം. നൂനിനും മീമിനും മണിക്കുമ്പോൾ 2 സെക്കൻഡ് അല്ല, മണിക്കുമ്പോൾ അല്ലല്ലോ, നൂനിനും മീമിനും ശ്രദ്ധ കൊടുക്കുമ്പോൾ പറഞ്ഞ. നൂനിനും മീമിനും ശ്രദ്ധ കൊടുക്കുമ്പോൾ 2 സെക്കൻഡ് മൂക്കിലൂടെ മണിക്കണം. ഓക്കെ, 2 സെക്കൻഡ് മണിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മണിക്കണം എന്ന് പറയുന്നത് ശരിക്കും അത് മൂക്കിലൂടെ തന്നെയാണ്. സോ മൂക്കിലൂടെ വേർഡിന്റെ ആവശ്യമില്ല. ഓക്കെ, നൗ യു ക്യാൻ റീഡ് 7 8 9 10. ഇന്ന ഫലമ്മ ഇന്ന ഗിവ് ദ അലിഫ്. ഇന്ന ഫലമ്മ മിന്ന മിമ്മ. ഗുഡ്, മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹ്. നെക്സ്റ്റ് ഇനി ആരാള്? അസ്ലം. അസ്ലം, സേ ദ റൂൾ. ന്യൂനിനോ മീമിനോ ശ്രദ്ധ വന്ന 2 സെക്കൻഡ് മണിക്കണം. യെസ്, ഫസ്റ്റ് 1 2 4 1 2 3 4. അന്ന സുമ്മ ഇന്ന അമ്മ. ഗുഡ്, വെരി ഗുഡ്, മാഷാഅല്ലാഹ്. എല്ലാവർക്കും ചാൻസ് കിട്ടിയ? എനിവൺ ഹു ഡിഡ്ന്റ് ഗെറ്റ് ദ ചാൻസ്? നിങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് ടു സേ ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട റൂൾ. ഇനിയും എല്ലാവരും ഖുറാൻ അറ്റ്ലീസ്റ്റ് 3 days എ വീക്ക് ഓതലുണ്ടാ? എല്ലാ ദിവസവും ഓതാൻ പറ്റുന്നില്ലെങ്കിലും 3 days എ വീക്ക്. യെസ് ഓർ നോ? നിങ്ങൾ ഇനി ഓതി തുടങ്ങുമ്പോൾ യു ഹാവ് ടു അപ്ലൈ ദിസ്. ടീച്ചർ സൂറത്തുൽ ബഖറ തന്നെ തുടങ്ങാൻ പറഞ്ഞില്ല. സൂറത്തുൽ ബഖറ നമ്മൾ ഇവിടുന്ന് ഓതും. അറ്റ്ലീസ്റ്റ് ചെറിയ സൂറത്ത് സ്റ്റാർട്ട് ഫ്രം നാസ്. അപ്പം തന്നെ അവിടെ ശ്രദ്ധയുള്ള നൂന് വന്നു. മലിക്കിന്നാസ് അവിടെ ശ്രദ്ധയുള്ള നൂന്. അപ്പൊ നമ്മൾ പഠിച്ച ആ റൂൾ അവിടെ അപ്ലൈ ആവും. സോ ദിസ് ഇസ് ഹൗ യു ആർ പ്രാക്ടീസിങ് യുവർ റെസിറ്റേഷൻ. ക്ലിയർ എവരിവൺ? യെസ് ഓർ നോ?
Yes. നമസ്കാരത്തിലും നോക്ക്, നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ടീച്ചറിന്റെ മുമ്പിൽ മാത്രമാണ് അല്ലെങ്കിൽ ഖുറാൻ റെസിറ്റേഷൻ കോമ്പറ്റീഷനിൽ മാത്രമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമസ്കാരത്തിൽ പോലും തജ്വീദ് വേണം. അപ്പൊ നിങ്ങളെ നമസ്കാരം കുറച്ചും കൂടി ബെറ്റർ ആവും, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ ഇത് ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് മീനിങ്ങിലേക്കും ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റൂൾ. ഇന്ന് ഒരു റൂളും കൂടി പഠിപ്പിച്ച് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സെക്കൻഡ് തിങ്, അതായത് പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റത്തെ റൂൾ ആയിരുന്നു ശബ്ദമുള്ള നൂൺ ശബ്ദമുള്ള മീം കണ്ടാൽ എത്ര സെക്കൻഡാ മണിക്കേണ്ടത്? 2 seconds. സെക്കൻഡ്സ്. വെരി ഗുഡ്. അടുത്തത് കൽക്കല. കൽക്കല ടീച്ചർ ഓൾറെഡി ഖായിദ നൂറാനിൽ പഠിപ്പിച്ചതാണ്. സോ ഇറ്റ് ഇസ് എ വെരി ഈസി. കൽക്കല എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ഇൻ ദ പ്രൊണൗൺസിയേഷൻ ഓഫ് എ സാക്കിൻ ലെറ്റർ. അതായത് ഞാൻ പറഞ്ഞു അത് എക്കോ കൊടുക്കുന്ന സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ ബ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്, പ്, ജ്, ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആണ് ആക്ച്വലി. സുക്കൂനുള്ള അക്ഷരം ശരിക്കും ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് വരുന്ന ഡിസ്റ്റർബൻസ്. അങ്ങനെ നിങ്ങൾ ശരിക്കും ഇതിന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഇസ് എ ഡിസ്റ്റർബൻസ് കോസ്ഡ് ഡ്യൂറിങ് ദ പ്രൊണൗൺസിയേഷൻ ഓഫ് എ സാക്കിൻ ലെറ്റർ. സാക്കിൻ ലെറ്റർ എന്ന് പറഞ്ഞാല് സുക്കൂനുള്ള അക്ഷരമാണ്. അപ്പൊ അതൊരു ചെറിയ ഡിസ്റ്റർബ്, സാക്കിനായിട്ടുള്ള നൂൻ, സാക്കിനായിട്ടുള്ള മീം, സാക്കിനായിട്ടുള്ള ലാം, അല്ലെങ്കിൽ നൂൻ സാക്കിന, മീം സാക്കിന, ലാം സാക്കിന, അതിന്റെ ടൈറ്റിലാണത്. സാക്കിന ഉള്ള അക്ഷരങ്ങൾക്കാണ് ആ സുക്കൂന് വരുന്ന അക്ഷരത്തിനാണ് സാക്കിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 5 ലെറ്റേഴ്സ് ഉണ്ട് കൽക്കലക്ക്. there are 5 letters of കൽക്കല. ഏതിലാണത്? we already know those. ഏതാണ്? ഖുതുബ് ജദീൻ അല്ലെ? ഖാഫ് ത്വ ബ ജീം ദാൽ. ടീച്ചർ അന്നൊരു സ്റ്റോറി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ലോറിയിൽ പോയത്. these letters you Yeah, ma'am. remember? നമ്മൾ എന്താ പറഞ്ഞേ? ഇങ്ങനെ പിക്നിക്കിന് ഈ 5 ലെറ്റേഴ്സ് ഖാഫ് ത്വ ബ ജീം ദാൽ, ഈ 5 letters were going for a picnic. then what happens? പെട്ടെന്ന് ഒരു സുക്കൂൻ സ്പീഡ് ബ്രേക്കറിന്റെ അവിടെ തട്ടു. അപ്പൊ എന്തായാലും ദിസ് കാർ അല്ലെങ്കിൽ ദിസ് വെഹിക്കിള് ഒന്ന് ജമ്പ് ആവും. സോ ഒരു എക്കോ സൗണ്ട് കൊടുത്തു. അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതാണ്. അപ്പൊ യു ഹാവ് ടു ലേൺ ദീസ് 5 letters. കൽക്കലന്റെ 5 letters ബൈ ഹാർട്ട് പഠിക്കണം. അതിന്റെ കോഡ് എന്താണ്? ഖുതുബ് ജദീൻ. Can everyone learn it now? Can everyone learn it now? Yes. Yes. ഖുതുബ് ജദീൻ. Please learn this now. ഖുതുബ് ജദീൻ. Letters of കൽക്കല. ഖുതുബ് ജദ്. ഖാഫ് ത്വ ബ ജീം ദാൽ. ഖാഫ് ത്വ ബ ജീം ദാൽ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. ഖുതുബ് ജദ്. Okay. So we'll start with the examples. ഇനി നോക്ക്, വലിയ ഒരു ടേബിൾ ടീച്ചർ നോട്ട്സ് ടീച്ചർ തന്നെ ഉണ്ടാക്കിയ ബുക്കാണ് കേട്ടോ ഇത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ഏതിലാണ് നമുക്ക് ഒരു മുസ്ലിമിന് ഖുറാന് ബേസിക് ഓതണമെങ്കിൽ ഏതൊക്കെ റൂൾസ് ആണ് വേണ്ടത് അത് ടീച്ചർ ഒരു ബുക്ക് ആക്കിയതാണ്. ഓക്കെ, ഐ ഹാവ് ദിസ് ബുക്ക് വിത്ത് മീ. ഇഫ് എനി വൺ വാണ്ട്സ്, ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ യു ക്യാൻ സേ ഐ ക്യാൻ സെൻഡ് ടു യുവർ ഹോം. ഓക്കെ, അതർവൈസ് ജസ്റ്റ് നോട്ട്സ് അയക്കുന്നത് നിങ്ങൾക്ക് ഇതാക്കിയാൽ മതി, റൈറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, എല്ലാം കൽക്കലുള്ള അക്ഷരങ്ങൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ്. ഇതെല്ലാം ഖുറാനിക് വേർഡ്സ് ആണ്. സോ ലെറ്റ് സി ഹൗ ടു റീഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുതുബ് ജദ് എന്ന് പറയുന്ന വേർഡ്സ് വരുമ്പോ ഡോണ്ട് പുട്ട് എ ഫത്ഹ. ഫോർ എക്സാമ്പിൾ ഖലഖന, ഖഖന, ഖലഖന, അല്ലെങ്കിൽ കെസ്റ കൊടുക്കാൻ പാടില്ല. ഖലഖീന, ദ്വമ കൊടുക്കാൻ പാടില്ല. ഖലഖൂന, നോ, ജസ്റ്റ് എക്കോ ആണ്. എക്കോ. ഖലഖ്, ഖഖ്, ഖലഖന, ഇങ്ങനെ വരണ്ടേ. ഡോണ്ട് സേ ഫത്ഹ കെസ്റ ദ്വമ. ഫത്ഹ കെസ്റ ദ്വമ കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ സുക്കൂന്റെ ആവശ്യം? സുക്കൂന് കൊടുക്കാതിരുന്നൂടെ? ഓക്കെ, അത് കോമൺ സെൻസ് ആണ്. ചില ആൾക്കാർ പറയും അത് ഫത്ഹ കെസ്റ ദ്വമ്മയുടെ സൗണ്ട് ആണ്, അങ്ങനെയെന്ന് ഇങ്ങനെയെന്ന്. അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ഗിവ് ദ ഫത്ഹ, നോ വൈ എ സുക്കൂൻ? വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടണ സുക്കൂൻ ഓർത്തിട്ട്? അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഒരു എക്കോ. ടീച്ചർ ഇതിന് റെഡ് കളർ പോയിന്റർ വെക്കും, അതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഖലഖന യഖ്ദിറ മത്ലഇ യുത്ഇമു സുബ്ഹാന. യു ഹാവ് ടു ഐഡന്റിഫൈ ദ കൽക്കല ലെറ്റർ. ഓക്കെ, മനസ്സിലുണ്ടാവണം ഈ 5 letters ആണ് കൽക്കല. വേറെ വേർഡ്സും വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഖുറാനിലെ ഒരു വേർഡ് മാത്രമല്ല, ഒരു പേജില് there are more than 100 words. അപ്പൊ നിങ്ങളെ മൈൻഡിൽ ഈ ലെറ്റേഴ്സും എല്ലാം മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇബ്രാഹീമ തജ്രി
യജ്അലു യദ്ഖുലു അദ്നി ലം യലിദ് വലം യൂലദ് മാ ഖലഖ് ലഹബിൻ വതബ്. നോക്ക്, ശബ്ദമുള്ള ലെറ്റർ കലക്കല വരുമ്പോ കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളി നമ്മൾ കൊടുക്കും. വതബ്, ഹജ്ജ്, ഓക്കെ, കസബ്, മസദ്, ഇങ്ങനെ വരും. മനസ്സിലായല്ലോ? ഓക്കെ, ഇൻഷാല്ലാ. സോ വിൽ സ്റ്റാർട്ട് റീഡിങ്. ഫസ്റ്റ് ഐ കോൾ അസ്ലം. അസ്ലം വായിക്ക് ഫസ്റ്റ് 4 വേർഡ്സ് ഇവിടുന്ന്. വായിച്ചോ. خلقنا ഒന്നുകൂടി يقدر വായിച്ചോ. Repeat again. خلقنا ഖലഖന. അവിടെ ഒരു അലിഫ് മദ് ഉണ്ട് മോനെ. اوكي ആ. خلقنا يقدر Give the sound properly. يقدر. يقدر مطلع يطعم. Good. Very good. Imad, next line. Subhana Hmm. Ibrahim Hmm. Tajiri Hmm. Yaj'alun യജ്അലു. പിന്നെ ടീച്ചർ ഒരു പോയിന്റ് കൂടി പറയാൻ വിട്ടുപോയി. ഇത് ടീച്ചർ ടൈപ്പ് ചെയ്തുകൊണ്ട് മൊബൈലില് സുക്കൂൻ ഇങ്ങനെ വരുന്നത്. ബട്ട് ഖുർആനില് സുക്കൂന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു ടീച്ചർ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഉണ്ടാവുക. ഹ എന്ന അക്ഷരത്തിന്റെ തല കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഐ ടൈപ്പ് ലൈക്ക് ദിസ് ബിക്കോസ് ദർ ഇസ് നോ ഖുറാനിക് സുക്കൂൻ ഇൻ ദാറ്റ്. ഓക്കെ, ഫോണില് ഖുറാനിക് സുക്കൂൻ ഇല്ല. സോ ഇതിങ്ങനെ ടൈപ്പ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഗുഡ്, മാഷാല്ലാ. ഇനി സ്വൽഹ, തേർഡ് ലൈൻ. യദ്ഖുലു ഉം. അദ്നി ഉം. ലം യലിദ് വലം യൂലദ് ഗുഡ്, മാ ഖലഖ്. വെരി ഗുഡ്, മാഷാല്ലാ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഐ നീഡ് ഫോർ യുവർ റെസിറ്റേഷൻ. ഓക്കെ, അടുത്തത് ഷെസ വായിക്ക്, 4ാമത്തെ ലൈൻ. ലഹബിൻ വതബ്. ശ്രദ്ധ ഉള്ളതുകൊണ്ട് വതബ് കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളി ആക്ക്. വതബ് ആ. ഹജ്ജ് ആ. കസബ് ആ. മസദ്. ഗുഡ്, മാഷാല്ലാ, വെരി ഗുഡ്. മൻഹ, ഫസ്റ്റ് ലൈൻ. خلقنا ഖ കറക്റ്റ് ആക്ക്. ഖലഖന. خلقنا يقدير once more. യഖ്ദിറ. يقدر مطلعي Yes. يطعم Yes, good. മാഷാല്ലാ, ബാറക്കല്ലാ. അടുത്തത് നൂഹ, സെക്കൻഡ് ലൈൻ. Okay, ma'am. Subhana Ibrahim Tajri Yaj'alu. Yes, which are the curricular letters, Nooha? Kaf ta bajim. Kaf Qaf, ka not kaf. bajim Qaf, qaf എന്ന് പറയണം കേട്ടോ. കാഫ് വേറെ ലെറ്റർ അല്ലേ? ഒന്നും കൂടി പറഞ്ഞ. ഖാഫ് ത്വ ബാ ജീം ദാൽ. Kaf ka bajim dal. Yes. അടുത്തത് ഷിഫാൻ, തേർഡ് ലൈൻ. Yadkhilu Adni യദ്ഖുലു. See, യദ്ഖുലു. Adni Lam Yalid Walam Yulad Ma Khalaq. Yes, very good. Next, Imad. Lahab Watab Hajj Mm. Kasab Yes, Masad. very good. Barakallah. Naifa, first line. Okay, ma'am. Halkuna
خلقنا خلقنا ഉം. يقدر ഖാഫിന് ഉച്ചാരണം കുറച്ചുകൂടി പ്രോപ്പർ ആവാനുണ്ടല്ലോ. ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ ടങ്. يقدر യെസ് ഗുഡ്. مطلع ആ يطعم which are the calcula letters, Naifa? കൽക്കല അക്ഷരങ്ങൾ മൈക്ക് ഓഫ് ആയി നൈഫ. ഏതിലാ കൽക്കല അക്ഷരങ്ങൾ? Can you hear me? അടുത്തത് നൂഹ ഓതി. റംസാൻ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ഓതി. سبحان إبراهيم نذري يجعل Yes, which are the kalkala letters, Ramzan? قطب Yes, very good. Now next Hanan, third line വായിച്ചോ. يدعل യദ്ഖുലു يدعل അല്ല ഖുലു എന്നാ കേൾക്കുന്നത് മോളെ. ലെറ്റർ മാറിയിട്ടാ കേൾക്കുന്നത്. يدخل ആ ഗുഡ്. യദ്ഖുലു. عدني ആ لم يلد ولم يولد ആ ما علق മേക്ക് ദ ഖ പ്രോപ്പർലി. ما خلق ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ടീച്ചർ നോക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് ടെൽ മീ വിച്ച് ആർ ദ കൽക്കല ലെറ്റേഴ്സ്. ഹനാൻ, ഹനാൻ മൈക്ക് ഓഫ് ആയി. okay قاف ഖാഫ്. خا ഏതാണ്? خا ഖ ഇല്ലല്ലോ. നോട്ട് ഖ. ഖാഫ്. ടീച്ചർ പറഞ്ഞ കോഡ് എന്താണ്? قطب جن ആ അപ്പൊ ത്വ, ഖാഫ് ത്വ. طوا ആ ബ ഖുതുബ് با ജീം. جيم ആ ലാസ്റ്റ് ദാൽ. تا ദാൽ. دا ഖുതുബു ജദ്. പറഞ്ഞ മോളെ ഏതെല്ലാം ലെറ്റേഴ്സ് ടെൽ മീ. قاف طوا ഉം. جيم دا ബ ജീം ദാൽ. ഓക്കെ, sorry 5 ലെറ്റേഴ്സ് ആണ്. 5 ലെറ്റേഴ്സ് ആണ്. ആ മോളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. വാട്ട് ഇസ് ദ കോഡ്? ഖുതുബ് ജദ്. قطب പറഞ്ഞ ഖുതുബു ജദ്. قطب جن These are the calcula letters. Now next, who else is there? വായിക്കാത്ത ഫാത്തിമ ഫിദ അല്ലേ? yes ലാസ്റ്റ് ലൈൻ വായിക്കേ. لهب وتب حج كسب مسد യെസ്, വെരി ഗുഡ്. വർക്കല വിച്ച് ആർ ദ 5 ലെറ്റേഴ്സ്? ഏതെല്ലാം 5 അക്ഷരങ്ങള്? قاف ആ طوا جيم دال با യെസ്, വെരി ഗുഡ്. ഈ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എക്കോ ശബ്ദം കൊടുക്കും. ഈ ലെറ്റേഴ്സ് എന്ത് വരുമ്പോ? സുക്കൂന് വരുമ്പോൾ. ഓക്കെ, സോ എവരിവൺ ഈസ് ക്ലിയർ നോ? നൗ ഹു എൽസ് ഈസ് റിമൈനിങ്? ടീച്ചർ വിളിക്കാത്ത ആരുണ്ടോ? നൗ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും റീസൺ കൊണ്ട് നേരത്തെ പോകണമെങ്കിൽ എന്തായാലും യു ഹാവ് ടു സേ ടു മീ. ഓക്കെ, ടീച്ചറിനോട് പറയണേ. പറഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ മഗ്‌രിബിന്റെ ഇഖാമത്തെല്ലാം കൊടുത്തു. കഴിഞ്ഞ് ടീച്ചർ ക്ലാസ് കഴിഞ്ഞ മോനെ. ഓക്കെ, സോ വി സേ ദ ദുആ. സുബ്ഹാനക അല്ലാഹുമ്മ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ കാണാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.